ചെയ്യേണ്ടി വരിക. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ആപ്പ് തന്നെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വിത്ത് സ്റ്റെപ്സ് എന്താണോ ആ പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള സ്റ്റെപ്പ് ആ ഒരു പേരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ജസ്റ്റ് ഇനി ആപ്പ് എന്താണെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ മാട്രിക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ആപ്പ് ഓട്ടോമാറ്റിക്കലി വരും. ഇതാണ് നമ്മുടെ ലോഗോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ പേജിലോട്ട് തന്നെ പോവുക. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് നമ്മുടെ ഏജ് മാത്രം ചോദിക്കും. സോ നമ്മുടെ ഏജ് ഒന്ന് ടൈപ്പ് ചെയ്യാം, നമുക്ക് ഈ ഒരു പേജിലോട്ട് വരും. ഇനി ഇതിൽ സിംഗിൾ ഗെയിം, ജോയിൻറ്റ് ഗെയിം. ഈ ജോയിൻറ്റ് ഗെയിം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഗ്രൂപ്പായിട്ട് വേണം കളിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട്, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കാം. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻസ്. സോ ഒരു 10 മിനിറ്റ്സിൽ ഒരാൾ എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നു ആ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം. ഇനി സിംഗിൾ ഗെയിം നമുക്ക് വീട്ടിലിരുന്നിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സിംഗിൾ ഗെയിം എടുത്തു. അതിൽ നോക്കിയാൽ ടു ദ ബിറ്റർ എൻഡ്, ദെൻ മിനിറ്റ് ചാലഞ്ച്, സ്പീഡ് ചാലഞ്ച്, നോ ടൈം ലിമിറ്റ്. നോ ടൈം ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര ടൈം എടുത്തിട്ട് വേണമെങ്കിലും സോൾവ് ചെയ്തിട്ട് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് മിനിറ്റ് ചാലഞ്ച്. നമ്മൾ മിനിറ്റ് ചാലഞ്ച് കൊടുത്തു. ഇതിലിപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 36. നമുക്കിങ്ങനെ വോയിസും ഉണ്ട് കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസും വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 36 നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ തെറ്റി കൊടുത്തു വിചാരിക്കുക. നമ്മളൊരു 5 കൊടുത്തു, ഓട്ടോമാറ്റിക്കലി അതവിടെ റോങ് ആണെന്ന് തന്നെ കാണിക്കും. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കൊടുത്താൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. സോ നമുക്ക് മിനിറ്റ് ചാലഞ്ച് ഈ ഒരു രീതിക്ക് പോവാം. ഇനി അതല്ല സ്പീഡ് ചാലഞ്ച് ആണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഒരു മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തു ആ ഒരു ഫോർമാറ്റിൽ പോവാം. ഇനി വരുന്നത് ജോയിൻ ഗെയിം. ഇപ്പോൾ ജോയിൻ ഗെയിം കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ താഴത്ത് നമുക്ക് വേഴ്സസ് ഓപ്പോസിറ്റ് ടീമായിട്ട് വേണം കളിക്കാം. അതിൽ നോക്കിയേ, ഒരു അപ്പുറത്തെ പ്ലെയറുടെ റെഡും ഇപ്പുറത്തിരിക്കുന്ന പ്ലെയർക്ക് ഒരു ബ്ലൂ ആണ്. സോ ഇപ്പുറത്തെ 8 × 9 എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലോ 32 / 4. സോ എത്ര സ്പീഡിൽ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു അയാളായിരിക്കും വിന്നർ. ഇനി നമ്മൾ ഇതിൽ സ്റ്റെപ്സ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റെപ്സിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും റോങ് ആൻസറിന്. സോ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതൊന്ന് കാണിച്ചു തരാം. മിനിറ്റ് ചാലഞ്ചിൽ ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ റോങ് ആയിട്ട് കൊടുത്തു. അതിൻ്റെ സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് അത് ലാസ്റ്റ് അതിനൊരു ട്രിക്ക് കൂടിയുണ്ട്, എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തെന്നുള്ളത്. സോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴും ഈ ഒരു ആപ്പ് ഏറ്റവും യൂസ്ഫുൾ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.